ചെറിയ ചെറിയ പരസ്യ ചിത്രങ്ങളിൽ നിന്നും അഭിനയ ജീവിതം ആരംഭിച്ചു. അതിനിടയിൽ പല പല ജോലികൾ. തന്റെ അച്ഛന് മകനൊരു വൈറ്റ് കോളർ ജോലി വേണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനായുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. എൻ വീട് എൻ കനവർ എന്ന ചിത്രത്തിലെ ചെറിയ വേഷത്തിലൂടെ സിനിമാ പ്രവേശം. പിന്നീട് 1993 ഇറങ്ങിയ അമരാവതി എന്ന ചിത്രത്തിലൂടെ തന്നെ തമിഴ് സിനിമയിലേക്കുള്ള വരവ് അദ്ദേഹം അറിയിച്ചു. അതെ, പറഞ്ഞു വരുന്നത് തമിഴ് സിനിമയിലെ തല അജിത്തിനെ കുറിച്ചാണ്. കാലങ്ങൾക്കിപ്പുറം തമിഴ് സിനിമയിൽ അജിത് കുമാർ എന്ന തല അജിത്തിന്റെ സ്ഥാനം പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്ന് തന്നെ തോന്നുന്നു. ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിലും ആരാധകരുടെ കാര്യത്തിലും തമിഴകം അടക്കി വാണിരുന്ന പല സൂപ്പർ സ്റ്റാറുകൾക്ക് മുകളിലാണ് ഇന്ന് അജിത് എന്ന നടനുള്ളത്. തമിഴ് സിനിമയിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറച്ച് സിനിമകൾ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താനായിരുന്നില്ല. എവിടെയോ അജിത് എന്ന നടനെ മിസ് ചെയ്യുന്നു. പകരം അജിത് എന്ന താരത്തെയാണ് കാണാൻ കഴിഞ്ഞത്. അജിത്തിന്റെ അണിയറയിൽ ഒരുങ്ങുന്ന ദി ഗുഡ്, ദി ബാഡ്, ദി അഗ്ലി എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നു. പോസ്റ്ററിൽ നിന്നും ഒരു മാസ് ആക്ഷൻ സിനിമയ്ക്കുള്ള ചേരുവകൾ എല്ലാം കാണാനാകുന്നുണ്ട്. എന്നാൽ പുറംചട്ട കൊണ്ട് ഒന്നിനെയും വിധിക്കരുത് എന്നാണല്ലോ. അതുകൊണ്ട് കാത്തിരുന്നു തന്നെ അറിയാം. തലയുടെ ഒരു മാസ് പടം വരുന്നു എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർ ആദ്യം തന്നെ മങ്കാത്തയുടെ അത്രയും ഉണ്ടോ എന്നായിരിക്കും ആദ്യം നോക്കുക. കാരണം വെങ്കട് പ്രഭു നൽകിയത് അതുപോലൊരു സിനിമ തന്നെയാണ്. ഒടുവിലായി ഇറങ്ങിയ തുനിവ് അത്ര നല്ല അഭിപ്രായമല്ല നേടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ ദി ഗുഡ്, ദി ബാഡ്, ദി അഗ്ലി എന്ന ചിത്രത്തിന് വൻ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിൽ വരുന്ന ചിത്രം മൈത്രി മൂവി മേക്കേഴ്സ് ആണ് നിർമ്മിക്കുന്നത്. സംഗീതം ദേവിശ്രീ പ്രസാദും ഛായാഗ്രഹണം അഭിനന്ദൻ രാമാനുജനുമാണ്. ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് പോസ്റ്ററിൽ അജിത്തിനെ കാണാനാവുക. തമിഴ് സിനിമയിൽ ദളപതി വിജയിയും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഉലകനായകൻ കമൽഹാസനും കഴിഞ്ഞാൽ താരമൂലത്തിൽ 4ാം സ്ഥാനം തല അജിത്താണ്. തമിഴ് സിനിമയിൽ അജിത്ത് എന്ന നടന്റെ സ്ഥാനം വളരെ വലുതാണ്. ഓരോ സീനിന്റെയും റിസ്ക് മനസ്സിലാക്കി അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഡ്യൂപ്പിനെ പരമാവധി ഒഴിവാക്കിയുള്ള ആക്ഷൻ രംഗങ്ങളുടെ ചിത്രീകരണമൊന്നും അജിത്തിനെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ അജിത്ത് എന്ന നടനെ തമിഴ് സിനിമയ്ക്ക് എന്നല്ല അജിത്തിനെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും മിസ് ചെയ്യുന്നുണ്ടാവും. മകിഴ് തിരുമേനിയുടെ വിടാമുയർച്ചയാണ് അടുത്തതായി റിലീസിനൊരുങ്ങുന്ന അജിത്ത് ചിത്രം. അജിത്ത് എന്ന നടന്റെ ഒരു വമ്പൻ തിരിച്ചുവരവാകട്ടെ വരാനിരിക്കുന്ന സിനിമകൾ.